കൊച്ചി കലൂരിൽ മെട്രോ പില്ലറിൽ കുടുങ്ങിയ പൂച്ചയെ രക്ഷപ്പെടുത്താനുള്ള ദൌത്യം രാത്രിയിലേക്ക് മാറ്റി. രാത്രി 11 മണിക്ക് ദൌത്യം വീണ്ടും ആരംഭിക്കും. പൂച്ച ആരോഗ്യപരമായിട്ട് നിൽക്കുന്നുണ്ട്. അതിന് ഞങ്ങൾ ഫുഡ് അവിടെ വെച്ചിട്ടുണ്ട്. പൂച്ച കയറാൻ ഒരു കൂടും അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. വൈകിട്ട് അല്ലെ 11 മണിക്ക് രാത്രി ഇപ്പൊ മെട്രോ ഓഫ് ചെയ്യുമ്പോൾ ഫുൾ പവർ സപ്ലൈ ഓഫ് ചെയ്യുമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ റെസ്ക്യൂ കണ്ടിന്യൂ ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. നേരമായി ഈ സുഭാഷ് എന്ന പൂച്ചയെ പിടികൂടാനുള്ള അല്ലെങ്കിൽ രക്ഷിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ദൌത്യസംഘം. ഇപ്പോൾ എന്തുകൊണ്ടാണ് രാത്രിയിലേക്ക് മാറ്റിയത്? ഈ ഓപ്പറേഷൻ സുഭാഷ്, ഈ പൂച്ചയെ മെട്രോ പില്ലറിൽ കുടുങ്ങിയ പൂച്ചയെ രക്ഷിക്കാനുള്ള ഓപ്പറേഷൻ അത് ഫയർഫോഴ്സ് താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുകയാണ്. രാത്രി 11 മണിക്ക് ശേഷം, അതായത് മെട്രോ സർവീസ് പൂർണ്ണമായും നിർത്തിയ ശേഷം വീണ്ടും ആരംഭിക്കാമെന്നുള്ളതാണ് ഇപ്പോൾ ഫയർഫോഴ്സ് എടുത്തിരിക്കുന്ന തീരുമാനം. അതിന് പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു പ്രധാനപ്പെട്ട റോഡാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ റെസ്ക്യൂ ഓപ്പറേഷൻ നടക്കുന്ന ഘട്ടത്തിൽ വാഹനം ബ്ലോക്ക് ചെയ്യേണ്ടി വരും. അത് വലിയ ഗതാഗത കുരുക്കിലേക്ക് പോകും, നഗരം വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. ആ ഒരു പശ്ചാത്തലത്തിൽ അത് അനുവദിക്കാനായില്ല. ഒപ്പം തന്നെ മെട്രോ സർവീസും അതിന്റെ ഏറ്റവും പീക്ക് ടൈമാണ്. അതുകൊണ്ട് മെട്രോ സർവീസ് അധികം നേരം നിർത്തിയിടുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ട്. ഈ രണ്ട് ഘടകങ്ങൾ പരിഗണിച്ചാണ് ഇപ്പോൾ ഈ റെസ്ക്യൂ ഓപ്പറേഷൻ, അതായത് ഈ പൂച്ചയെ താഴെ ഇറക്കാനുള്ള റെസ്ക്യൂ ഓപ്പറേഷൻ അത് രാത്രിയിലേക്ക് ഫയർഫോഴ്സ് മാറ്റിയിരിക്കുന്നത്. പൂച്ചയെ ഫയർഫോഴ്സ് കൃത്യമായി അവിടെ മുകളിൽ കയറി പൂച്ചയുടെ സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തിയിട്ടുണ്ട്. പൂച്ച ആരോഗ്യവാനാണ്. അതിന് ഫീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണം അവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷം രാത്രി ഇത് പൂർണ്ണമായി നിലച്ച ശേഷം, അതായത് മെട്രോ സർവീസ് പൂർണ്ണമായി നിലച്ച് ഗതാഗതമൊക്കെ ഇല്ലാത്ത സമയത്ത് അതിനകത്തേക്ക് ആളുകൾ കയറി ഫയർഫോഴ്സ് കയറി തിരികെ എത്തിക്കാനാകും എന്നാണ് പ്രതീക്ഷ. ഇപ്പോൾ നടത്തിയ ശ്രമം അത് വിഫലമായിരുന്നു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അതിനകത്ത് കയറിയെങ്കിലും പൂച്ചയെ പിടികൂടാനായിട്ടില്ല. പൂച്ച ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, പ്രത്യേകിച്ച് അതിനകത്ത് ചെറിയ ഈ പില്ലറൊക്കെ ഇരിക്കുന്നതിന് താഴത്ത് കുറെ ഗ്യാപ്പുകളൊക്കെ ഉണ്ട്. അതിനകത്തേക്ക് പോകുന്ന ചെറിയ ചെറിയ ഗ്യാപ്പുകൾ നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാം. ആ ഗ്യാപ്പുകളിനകത്തേക്ക് പൂച്ച കയറി പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായ ഒരു മനുഷ്യൻ അതിനകത്തേക്ക് കയറി പോകുക എന്നുള്ളത് പ്രതിസന്ധിയാണ്. ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ആ ഓപ്പറേഷൻ നടക്കാതെ പോയത്, പൂച്ചയെ രക്ഷിക്കാൻ പറ്റാതിരുന്നത്. അതുകൊണ്ട് അത് പക്ഷേ നീണ്ടുപോയി കഴിഞ്ഞാൽ അത് മെട്രോ സർവീസിനെയും അതോടൊപ്പം തന്നെ നഗരത്തിലെ ഗതാഗതത്തെയും കാര്യമായി ബാധിക്കും. അതുകൊണ്ട് ശ്രമം നിലവിൽ താൽക്കാലികമായി ഉപേക്ഷിക്കുന്നു. ഇന്ന് രാത്രി 11 മണിക്ക് മെട്രോയുടെ സർവീസ് നിർത്തിയ ശേഷം വീണ്ടും പുനരാരംഭിക്കാമെന്നാണ് ഫയർഫോഴ്സിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഉണ്ട്. ഈ ഹൈഡ്രോളിക് ലിഫ്റ്റ് ഉണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ ഇത് നടക്കേണ്ടതാണ്. പക്ഷേ ഈ പൂച്ച ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഓടിപ്പോകുന്നതാണ് ഇപ്പോൾ പ്രതിസന്ധിയായി നിൽക്കുന്നത്. ഇത് 3-ാം തവണയാണ് കൊച്ചി മെട്രോയിൽ ഒരു പൂച്ച കുടുങ്ങുന്നത്. അത് ആദ്യം കടവന്ത്രയിലായിരുന്നു, രണ്ടാമത് എളംകുളത്തായിരുന്നു, രണ്ടാമത് ആലുവയിലാണ്. ഇപ്പോൾ വീണ്ടും ഈ കലൂര് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന് സമീപത്തുള്ള പില്ലറിലാണ്. ഏകദേശം ഒരാഴ്ചയോളമായി ഈ പൂച്ച ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്. 2 ദിവസത്തിന് ശേഷമാണ് അതിൻ്റെ ഒരു കരച്ചിൽ കേട്ടത്, ആളുകൾ കരച്ചിൽ കേട്ടത്. അതിനുശേഷം മെട്രോ അധികൃതരെ അറിയിക്കുന്നു. മെട്രോ അധികൃതർ ആനിമൽ ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ചു. അവർ പെട്ടെന്ന് തന്നെ എത്തി, ഫയർഫോഴ്സും എത്തി റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ട നടപടികൾ. മെട്രോ പില്ലറിൽ കുടുങ്ങിയ പൂച്ചയെ രക്ഷപ്പെടുത്താനുള്ള ദൌത്യം രാത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വിവരങ്ങളാണ് വിഷ്ണു സുരേഷ് പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.